നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മഴ മൂലമുള്ള ദുരിതം രൂക്ഷമായത്. ഇന്നലെ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിലും ഗതാഗത തടസ്സവും ഉണ്ടായി. കോട്ടയത്തിൽ ഉരുൾപൊട്ടലിൽ വീടുകൾ തകർന്നു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലായി 5 മരണവും ഇന്നലെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. മേഘവിസ്ഫോടനം കൊണ്ടാണ് കളമശ്ശേരിയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം മഴ പെയ്തതെന്ന് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ. കൊച്ചിയിൽ 3.5 മണിക്കൂറിനുള്ളിൽ പെയ്തത് 98 മില്ലിമീറ്റർ മഴയാണ്. ഇതു സംബന്ധിച്ച് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. രാവിലെ 8:30 ശേഷം കളമശ്ശേരിയിൽ കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. 14 കിലോമീറ്റർ വരെയൊക്കെയുള്ള മേഘങ്ങളാണിത്. കേരളത്തിൽ ആദ്യമായി രേഖപ്പെടുത്തുന്ന മേഘവിസ്ഫോടനത്തിൻ്റെ യഥാർത്ഥ രൂപത്തിലുള്ള മഴയാണ് ഇന്നലെ കളമശ്ശേരിയിൽ ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കനത്ത മഴയിൽ കളമശ്ശേരിയിൽ ഏകദേശം 400ഓളം വീടുകളിൽ വെള്ളം കയറി. ഇതേ തുടർന്ന് കളമശ്ശേരി ഗവൺമെൻറ് സ്കൂളിലും HMT സ്കൂളിലുമായി 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. മന്ത്രി P. രാജീവ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കോട്ടയത്ത് ഭരണങ്ങാനം വില്ലേജിൽ ഇടമറുക് ചൊക്കല്ല് ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി. പ്രദേശത്ത് 7 വീടുകൾ ഉൾപ്പെടെ ഉരുൾപൊട്ടലിൽ തകർന്നു. കോട്ടയത്ത് തലനാട് മണ്ണിടിച്ചിൽ 2 വീടുകൾ തകർന്നു. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈരാറ്റുപേട്ട നടക്കാലിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പാലാ നഗരത്തിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ കനത്ത മഴ മൂലം ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം ശക്തമാക്കി. അതീവ തീവ്ര മഴയെ തുടർന്ന് മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു. മീനച്ചിലാറിൻ്റെ ഇരുകരയിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയം ജില്ലയിൽ വരും ദിവസങ്ങളിൽ മഴ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചതിനാൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചു. ഈലാപ്പുഴ, പുഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല, അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാനെത്തിയ 4 വിമാനങ്ങൾ കൊച്ചിയിലേക്ക് വഴിതിരിച്ചു വിട്ടു. കനത്ത മഴയിൽ പൈലറ്റുമാർക്ക് റൺവേ കാണാത്തതിനെ തുടർന്നാണ് വിമാനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടത്. സംസ്ഥാനത്തെ തീവ്ര മഴയിലും കാറ്റിലും KSEBിക്ക് കനത്ത നഷ്ടമുണ്ടായെന്നും വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം 48 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. സംസ്ഥാനത്താകെ 895 HT പോസ്റ്റുകളും 6230 LT പോസ്റ്റുകളും തകർന്നു. 155 ട്രാൻസ്ഫോർമറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഠിനമായ പ്രതികൂല കാലാവസ്ഥയിലും KSEB ജീവനക്കാർ സത്വരമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടി. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരും മാനേജ്മെൻറ്റും തമ്മിലുള്ള ചർച്ച പൂർത്തിയായി. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെൻറ്റ് തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകി. ക്യാബിൻ ക്രൂവിൻ്റെ താമസം മെച്ചപ്പെട്ട ഹോട്ടലുകളിലേക്ക് മാറ്റും. കരാർ ജീവനക്കാരുടെ സേവന വേതനത്തിലും മാറ്റം വരുത്തുമെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു. മുന്നാർ ഭൂമി കേസുകളിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മുന്നാറിലെ ഭൂമി കയ്യേറ്റ കേസിൽ സർക്കാരിന് അലംഭാവമാണെന്ന് വിമർശിച്ച ഹൈക്കോടതി അന്വേഷണം CBIയെ ഏൽപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണം ഫലപ്രദമല്ലെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. നഴ്സിംഗ് പ്രവേശനത്തിലെ പ്രതിസന്ധി പരിഹരിച്ചു. ഈ വർഷവും ഏകജാലക സംവിധാനം വഴി പ്രവേശനം നടത്താൻ സർക്കാരും മാനേജ്മെൻറ്റും തമ്മിൽ ധാരണയിലെത്തി. വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫോമിലുള്ള GST ഒഴിവാക്കണമെന്ന മാനേജ്മെൻറ്റുകളുടെ ആവശ്യം പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകി. കഴിഞ്ഞ വർഷം അനുമതി ലഭിച്ച കോളേജുകൾക്ക് നഴ്സിംഗ് കൗൺസിലിൻ്റെ പരിശോധനയില്ലാതെ ഈ വർഷവും അംഗീകാരം നൽകാനും ധാരണയിലെത്തി. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ യാത്രക്കാരിയെ കടിച്ചത് പാമ്പല്ലെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. വിഷമില്ലാത്ത മറ്റേതെങ്കിലും ജീവിയാകാം യുവതിയെ കടിച്ചത് എന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. ട്രെയിനിൽ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. യുവതിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. വൈക്കം വെമ്പനാട്ട് കായലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയായ ചെമ്പ് സ്വദേശി സദാനന്ദൻ 58 മരിച്ചു. ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞാണ് അപകടം. മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും.
സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തെന്ന യുവനടിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി. കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവനടിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഒമർ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. ബാർ കോഴയുമായി ബന്ധപ്പെട്ടുണ്ടായ ഗൂഢാലോചന അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ബാർ ഉടമകളുടെ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടി. കോഴയുമായി ബന്ധപ്പെട്ട ഓഡിയോ സന്ദേശമിട്ട ആനിമോനിൽ നിന്ന് നേരത്തെ മൊഴിയെടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിലെ മറ്റ് ബാർ ഉടമകളുടെ മൊഴിയാണ് ഇന്നലെ രേഖപ്പെടുത്തി പണം നൽകിയെന്ന് ആനിമോൻ വെളിപ്പെടുത്തിയ അണക്കരയിലെ ഹോട്ടലിൻ്റെ ഉടമ അരവിന്ദാക്ഷൻ്റെ മൊഴിയും ക്രൈംബ്രാഞ്ച് ഇന്നലെ രേഖപ്പെടുത്തി. ബാർ കോഴയിൽ നിലവിൽ പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഊന്നൽ നൽകുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ അന്തർദേശീയ പഠനങ്ങളിലും സർവേകളിലും എന്നും മുന്നിൽ നിന്ന സംസ്ഥാനം എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ചില പഠനങ്ങളിൽ പിന്നോക്കം പോയത് ഗൗരവമായി വിലയിരുത്തേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നുവരുന്ന പശ്ചാത്തലത്തിൽ മൂല്യനിർണ്ണയത്തിൻ്റെ രീതിയും മാറ്റുകയാണ്. 2005 മുതൽ പിന്തുടർന്നു പോരുന്ന നിരന്തര വിലയിരുത്തൽ പ്രക്രിയയുടെ ശക്തിയും ദൗർലഭ്യവും പരിശോധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭക്ഷ്യവിഷബാധ കേസുകളെ ശക്തമായി നേരിടുമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ പറഞ്ഞു. ഇത്തരം കേസുകൾ കണ്ടെത്തിയാൽ ഉടനെ തദ്ദേശ സ്വയംഭരണം ഫുഡ് സേഫ്റ്റി വകുപ്പുകൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധ ഉണ്ടായ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. 7ാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം കഴിയുന്ന മെയ് 30 മുതൽ 2 ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനമിരിക്കും. 2014 ശിവാജിയുടെ പ്രതാപ്ഗഡിലും 2019 കേദാർനാഥിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ശേഷം മോദി ധ്യാനമിരുന്നിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.